ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫ്രം ലാക്മേയാണ്. ഞാൻ ക്ലാസ്സിൽ പോയതായിരുന്നു. അപ്പം നമുക്ക് നോർമലി അവിടെ നിന്ന് പെയറിന് കിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽസ്. പക്ഷെ അന്ന് പെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് സെൽഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലാക്മേയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് സെൽഫ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാൻ ഫേസൊക്കെ പ്രെപ്പ് ചെയ്തു, ക്ലെൻസ് ചെയ്തു. നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഇടാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ ഫസ്റ്റായിട്ട് പ്രെപ്പ് ചെയ്യുക എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാതും ക്ലീൻ ചെയ്തിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പ്രെപ്പ് ചെയ്തു. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ ഓയിലിയുടെ അല്ല പ്രൈമർ ഇടുകയാണ്. പ്രൈമറൊക്കെ ഇട്ട് അത് മൊത്തം ബ്ലെൻഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഐബ്രോസ് ഭയങ്കര ചെറിയ ലീനായിട്ട് തിക്കില്ലാത്തൊരു ഐബ്രോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഫില്ല് ചെയ്യാനുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഡെയിലി നമ്മൾ പുറത്തൊക്കെ പോകുമ്പം അങ്ങനെ ഇതേപോലെ ഫില്ല് ചെയ്ത് പോകുന്നത് എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ ഫേസിന് ചേരുമില്ല അങ്ങനത്തെ ഐബ്രോസ്. എനിക്ക് ഉള്ള ഐബ്രോ തന്നെ ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നേ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പം ഞാൻ അത് ചെയ്തു, ഐബ്രോ ഫില്ല് ചെയ്തു. അടുത്തത് നമ്മൾ ഒരു സുപ്ര പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് കൺസീൽ ചെയ്യാണ്. വേറൊരാളെ മോഡലിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പാണിത്. നമ്മൾ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൺസീൽ ചെയ്യുമ്പോൾ ഫേസ് തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഐബ്രോ ഫില്ല് ചെയ്തിട്ട് ഫേസിന് ചേരുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് നല്ല രസമായിരിക്കും അപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ ഫേസിന് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നത് അതായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അത് അങ്ങനെ ചെയ്തിരിക്കണം. നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഐ മേക്കപ്പ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐലിറ്റിലൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് പൗഡർ സെറ്റ് ചെയ്തു. രണ്ട് കണ്ണിലും പൗഡറൊക്കെ ഇട്ട് ഐലിഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇട്ടിട്ട് വന്നപ്പം എല്ലാം കൂടെ 2, 3, 4 കളറൊക്കെ ആയി. അപ്പം ഞാൻ കോണ്ടോറിങ് ചെയ്യാണ്. ഫസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് ഇട്ടിട്ട് ഇന്നർ കോണ്ടറിലൊരു ഷിമ്മർ ഷെയ്ഡും ഔട്ടറിൽ ഒരു ലൈറ്റ് ഷെയ്ഡും അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കാനെന്ന് ഫസ്റ്റ് വിചാരിച്ചേ. പിന്നെ അതൊക്കെ കൂടെ മാറി നടുക്കിൽ ഞാൻ വേറെ കളറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഐ മേക്കപ്പ് ഒക്കെ. അപ്പം 2 കണ്ണിലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ലാക്മേയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം ഹൈ ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ്. അതായത് പാക്ക്, ഹുദ ബ്യൂട്ടി, ഷുഗർ, അങ്ങനെ നമുക്ക് നല്ല നല്ല പ്രൊഡക്ട്സ് ആണ് അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരുന്നത്. അപ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വിഷമം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇതെല്ലാം വാഷ് ചെയ്ത് കളയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ചില സമയത്ത് നമ്മൾ ചില മോഡൽസിനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ, ഔട്ട്പുട്ട് നല്ല രസമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവർ ഫേസ് വാഷ് ചെയ്യുമ്പോൾ വിഷമം വരും. അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ തോന്നും, നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ പോയി കൂടെയെന്ന്. പക്ഷെ പറ്റില്ലല്ലോ, അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, റോട്ടിലേക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒക്കേഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ പോവാം, അല്ലാണ്ട് ലൈനർ എഴുതി കൊടുക്കുമായിരുന്നു. ഒരു പണി കിട്ടി, അതിനകത്തൊക്കെ വാഷ് ചെയ്ത് തുടച്ചു. ഇതൊക്കെ സ്വാഭാവികം. പിന്നെ ഇതെൻ്റെ ബേബി. എനിക്ക് ട്രിവാൻഡ്രത്ത് വന്നിട്ട് കിട്ടിയ 2 ഗിഫ്റ്റാണ്. എൻ്റെ 2 ബേബീസ് എന്ന് വെച്ചാൽ 2 ഷെറിന്മാരാണ്. 2 പേരും ഷെറിനാണ്. ഒരു ഷെറിനെ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഐലൈനറൊക്കെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് നമ്മളെ പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഡോട്ട്സും ഒക്കെ കവർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ കറക്റ്റർ ഇട്ട് കൊടുത്തോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കറക്റ്റർ ഇട്ട് കൊടുക്കും. ആക്ച്വലി നമ്മൾ പീച്ച്, ഓറഞ്ച് കറക്റ്റർ ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കൺസീൽ ചെയ്യും. അങ്ങനെ ഫേസ് എല്ലാം കവർ ചെയ്തു, കൺസീൽ ചെയ്തു. അപ്പം എനിക്ക് അത്യാവശ്യം പിമ്പിൾസ് വന്നതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കാട്ടും കൂടുതലായിട്ട് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. ബാക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവൾ അവിടെ നിന്ന് എന്നെ കൊഞ്ഞനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവൾക്ക് തിരിച്ച് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ആണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. എന്നെ മേക്കപ്പ് ചെയ്യാൻ കിട്ടുന്നവരുടെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യുക എന്നുള്ളത്. അവർ എൻ്റെ കണ്ണിലാണ് കുറേ പേരൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഫൗണ്ടേഷൻ, ഒരു ലൈറ്റും ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ നമ്മൾ ഷെയ്ഡാക്കി കണ്ടുപിടിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ എടുത്തപ്പോൾ കുറച്ച് ഡാർക്കായി. അത് ഞാൻ പിന്നെ ഒന്നും കൂടെ കുറച്ചും കൂടെ ലൈറ്റും കൂടെ ഇട്ടിട്ട് അത് ഓക്കെ ആക്കി. പിന്നെ എൻ്റെ ഷെയ്ഡിന് പറ്റിയ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഫേസ് ഫുള്ളും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു. ഞാൻ ഫൗണ്ടേഷൻ എടുത്തത് മാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. മാക്കിൻ്റെ തന്നെ കോമ്പാക്റ്റ് എടുത്ത് പൗഡർ എടുത്ത് സെറ്റ് ചെയ്തു ഫേസ് എല്ലാം. അപ്പോൾ നമുക്ക് നോർമലി ക്രീം വെച്ചിട്ട് തന്നെ കോണ്ടോറിങ്ങും ഹൈലൈറ്റിങ്ങും ചെയ്യണം.
പക്ഷേ ഇപ്പം ഞാൻ പൗഡർ കോണ്ടോറിങ്ങും പൗഡർ ഹൈലൈറ്റിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ ദേ ഈ കബോർഡിലാണ് നമ്മൾ ഫുൾ പ്രൊഡക്ട്സും ആ കബോർഡിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ കബോർഡിൽ നിന്ന് വേണം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കാജലെടുത്തു. ലാക്മേയുടെ തന്നെ കാജലാണ്. കാജലെടുത്ത് താഴെ എഴുതി കൊടുത്തു. നെക്സ്റ്റ് കോണ്ടോറിങ്. ഞാൻ ലൈറ്റായിട്ടാണ് കോണ്ടോറിങ് ഒക്കെ ചെയ്യുന്നത്. ലൈറ്റായിട്ട് കോണ്ടോറിങ്ങും ഫോർഹെഡിൻ്റെ ഏരിയയിൽ, ചീക്കിൻ്റെ ഏരിയയിൽ, ജോ ലൈനിലൊക്കെ കോണ്ടോറിങ് ചെയ്ത് കൊടുത്തു. ലൈറ്റായിട്ട്. പക്ഷെ നമ്മൾ എത്ര ലൈറ്റായിട്ട് ചെയ്താലും നമുക്ക് അവിടെ നിന്ന് പഠിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യണം. അപ്പം നമുക്ക് കോണ്ടോറിങ് വേണ്ടാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ പഠിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും അത് ഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നോസിലും കൂടെ കോണ്ടോറിങ് ചെയ്തിട്ട് ഇപ്പോൾ ബ്ലഷ് ഇടാണ്. നല്ലപോലെ ചിരിച്ച് തന്ന് രണ്ട് സൈഡിൽ, ചീക്ക് സൈഡിൽ രണ്ട് സൈഡിലും ബ്ലഷ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഹൈലൈറ്റിംഗ് ആണ്. നമ്മൾ ചീക്ക് ഏരിയയിൽ ഹൈലൈറ്റിംഗ് ഇട്ട് കൊടുത്തു. ഹൈലൈറ്റിംഗ് ചീക്ക് ഏരിയയിൽ, ഫോർഹെഡിൽ, നോസിൽ ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് എവിടേക്ക് മിന്നണോ അവിടേക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഞാൻ ഔട്ടർ കോർണറിൽ കൊടുത്ത ആ ഒരു ഐ ഷാഡോൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്മഡ്ജിങ് ഒരു നല്ല രസമായിരിക്കും കണ്ണ് കാണാൻ. സ്പ്രെഡൊന്നും ചെയ്യാത്ത ആൾക്കാരെ കണ്ണാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ അതും ഞാൻ 2 ഷെയ്ഡ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളർ ആണ്. ഞാൻ വേറെ ഏതോ കളർ ഉദ്ദേശിച്ചാണ് ഈ ഒരു കളറിൽ എത്തിയത്. അങ്ങനെ അതും കൂടെ ചെയ്തു. അപ്പോൾ എൻ്റെ ചുണ്ട് ഓൾറെഡി ലിപ്പ് കുറച്ച് വലിയ ലിപ്പായതുകൊണ്ട് എനിക്ക് പൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓവർ ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ലിപ്പിൽ തന്നെ എനിക്ക് ലൈൻ ചെയ്ത് വരച്ചാൽ മതി. ചെറിയ ലിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഓവർ ഡ്രോ ചെയ്തിട്ട് കുറച്ചും കൂടെ പൗട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് വലിപ്പത്തിൽ വരച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് എന്നെ സെൽഫ് മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഫേസിന് മേക്കപ്പ് ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിന്നും പറയാറുണ്ട്. അപ്പം ഇതാണ് ലുക്ക്. ഇതെൻ്റെ നെക്സ്റ്റ് ഷെറിനാണ് കേട്ടോ. നേരത്തെ ഞാൻ വേറൊരു ഷെറിനെ കാണിച്ചില്ലേ, ഇതെൻ്റെ 2ാമത്തെ ഷെറിനാണ്. മാമാണ് എന്നെ വീഡിയോയിൽ എന്നെ വരുത്തരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.